രാജ്യം ഉറ്റുനോക്കിയ മദ്യനയ കേസിൽ നിർണായകമായിട്ടുള്ള അതിനാടകീയമായിട്ടുള്ള രംഗങ്ങൾക്ക് രാഷ്ട്രീയ നാടകത്തിന് വേദിയായി ഇന്നലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഈ ഒരു സാഹചര്യം അത് ആകാംക്ഷയോടെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. മദ്യനയ കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായക ദിനമാണ്. രാവിലെ സുപ്രീം കോടതിയിൽ വിഷയം ഉന്നയിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ നീക്കം. അറസ്റ്റിനെതിരെ BJP ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധിക്കാൻ ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP ലഫ്റ്റനന്റ് ഗവർണറെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ER രാഗേഷും രഞ്ജിത് രാമചന്ദ്രനും ചേർന്ന വിവരങ്ങളുമായി ആദ്യം ER രാഗേഷിലേക്ക്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. എന്നാലും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഇന്ന് അത്ര ശുഭദിനമായിരിക്കുമോ എന്നുള്ളത് കണ്ടറിയാം. എത്രത്തോളം നിർണായകമാണ് രാഗേഷ് ഇന്നത്തെ കോടതി നടപടികൾ കെജ്രിവാളിന്? എൽദോ, ഗുഡ് മോർണിംഗ്. ഏതായാലും ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന് നിർണായക ദിനം തന്നെയാണ്. നിലവിൽ ഇന്നലെ അറസ്റ്റ് ചെയ്ത കെജ്രിവാൾ EDയുടെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇന്ന് രാവിലെ കെജ്രിവാളിനെ ED റോസവനി കോടതിയിൽ ഹാജരാകും. സ്വാഭാവികമായും വിചാരണ കോടതിയിൽ നിന്ന് ഒരു ജാമ്യം ഏതായാലും ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ കണ്ണുകളും സുപ്രീം കോടതിയിലേക്കാണ്. ഇതിനോടകം തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടി. അതായത് കഴിഞ്ഞ ദിവസമാണ് സംരക്ഷണം നൽകാനാകില്ല, അറസ്റ്റ് തടഞ്ഞുകൊണ്ടൊരു സംരക്ഷണം നൽകാനാകില്ല എന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയത്. പക്ഷേ അതിലുള്ളൊരു അപ്പീലല്ല ഏതായാലും ആം ആദ്മി പാർട്ടി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പകരം ആം ആദ്മി പാർട്ടി നൽകിയിട്ടുള്ളത് ഒരു റിട്ട് ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. അതായത് ആർട്ടിക്കിൾ 32 പ്രകാരം ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു. അതിൽ സൂചിപ്പിക്കുന്നത് വ്യക്തി എന്ന നിലയിൽ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ കേസിന്റെ അല്ലെങ്കിൽ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട ഭാവി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം സുപ്രീം കോടതിയിൽ രാവിലെ സ്വാഭാവികമായും സുപ്രീം കോടതി ചേരുമ്പോൾ തന്നെ ഈ വിഷയം കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഉന്നയിക്കും. മാത്രമല്ല സുപ്രീം കോടതി ഈ മാർച്ച് മാസത്തിലെ അവസാനത്തെ പ്രവൃത്തി ദിനമാണ് ഇന്നെന്ന പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഹോളി അവധിക്കായി സുപ്രീം കോടതി അടയ്ക്കുകയാണ്. സ്വാഭാവികമായും ഒരാഴ്ചയോളം സുപ്രീം കോടതി അവധിയാണ്. അപ്പോൾ ഇന്ന് കേസിൽ വാദം കേട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ജയിലിൽ തന്നെ തുടരേണ്ടി വരും. കാരണം വിചാരണ കോടതിയിൽ സ്വാഭാവികമായും ഉണ്ടാകാൻ പോകുന്ന നടപടി ED വിചാരണ കോടതിയിൽ ആവശ്യപ്പെടുക, വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കേജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണം എന്നൊരു ആവശ്യമായിരിക്കും ED മുന്നോട്ട് വെക്കുക. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ BRS നേതാവ് K കവിതയുടെ കേസിലും സമാനമായൊരു നീക്കം തന്നെയാണ് EDയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് 10 ദിവസത്തേക്ക് K കവിതയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നു. പകരം കോടതി 7 ദിവസത്തെ കസ്റ്റഡി അനുവദിക്കുന്നു. അത് തന്നെയായിരിക്കും റോസവന്യൂ കോടതിയിൽ നിന്ന് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ സുപ്രീം കോടതി എന്തു പറയുന്നു, അടിയന്തരമായി വാദം കേൾക്കുമോ, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിന്റെ മുമ്പാകെ പരാമർശിക്കുമ്പോൾ എന്തെങ്കിലും പരാമർശം നടത്തുമോ തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് ആം ആദ്മി പാർട്ടി ഉറ്റുനോക്കുന്നത്. ഏതായാലും 10 മണിക്ക് കോടതി ചേരുമ്പോൾ അത്തരമൊരു നീക്കം, ആ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. എൽദോ, വളരെ നിർണായകമാണ് ആം ആദ്മി പാർട്ടിയുടെ നീക്കങ്ങൾ എന്ന്. ഒപ്പം തന്നെ രാകേഷ്, ഇന്ന് വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിനും ആം ആദ്മി പാർട്ടി നേതൃത്വം ആഹ്വാനം ചെയ്യുന്നുണ്ടല്ലോ രാജ്യവ്യാപകമായി തന്നെ. അപ്പോൾ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഇത് ഈ അറസ്റ്റിലേക്ക് എത്തുക എന്നുള്ളത് അതൊരു പക്ഷേ അസംഭവ്യം എന്നായിരുന്നു ആദ്യം കരുതിയത്. എന്നാൽ നിയമത്തിന്റെ വഴിക്ക് എന്നുള്ള മട്ടിൽ BJP നേതൃത്വവും ഏറ്റവും ഒടുവിൽ ആ അറസ്റ്റ് സംഭവിച്ചു. അതിന്റെ കോടതി നടപടിയിൽ നിന്ന് നടക്കട്ടെ. അതേസമയം ഇത് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഈ ആം ആദ്മി പാർട്ടി, ഇന്ത്യ മുന്നണി ഇവരെല്ലാം ചേർന്ന് ഈ അറസ്റ്റിനെ ഒരു ആയുധമാക്കാനുള്ള സാഹചര്യം ഉയരുന്നു. BJP കണക്ക് കൂട്ടുന്നത് എന്തായിരിക്കാം? ഇങ്ങനെ ഒരു അറസ്റ്റ് കൊണ്ട് അത് നേട്ടം കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കുമോ BJP നേതൃത്വം? നമ്മളിപ്പോൾ സൂചിപ്പിച്ചത് നിയമ പോരാട്ടമാണെങ്കിൽ മറുവശത്ത് രാഷ്ട്രീയമായ പോരാട്ടവും ആം ആദ്മി പാർട്ടി നടത്തുന്നുണ്ട്. ആം ആദ്മി പാർട്ടി മാത്രമല്ല, ഇന്ത്യ മുന്നണി ഒന്നാകെ കെജ്രിവാളിന് വേണ്ടി അണിനിരക്കുന്നുണ്ട്. കാരണം ഇന്നലെ തന്നെ വലിയ പ്രതിഷേധത്തിന് ആം ആദ്മി പാർട്ടി, പ്രത്യേകിച്ച് BJP ഓഫീസുകളിലേക്ക് കേരളത്തിലടക്കം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടായി. സ്വാഭാവികമായും ഡൽഹി ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ്. അവർക്ക് ആദ്യമായി അധികാരം ലഭിച്ച സ്ഥലമാണ്. അവിടെ പ്രതിഷേധത്തിന് ശക്തി കൂടും. അപ്പോൾ ഇന്നലെ തന്നെ വലിയ പ്രതിഷേധത്തിന് ഡൽഹി സാക്ഷ്യം വഹിച്ചിരുന്നു. മാത്രമല്ല, ഈ റോസവന്യൂ കോടതിക്ക് സമീപത്താണ് ആം ആദ്മി പാർട്ടിയുടെ ഓഫീസ്. ആ പ്രദേശത്ത് തന്നെയാണ് BJPയുടെ ഓഫീസ്. അതായത് ഒരേ മേഖലയിലാണ്, റോസവന്യൂ കോടതിയോട് പരിസരത്തുമായാണ് ഈ 2 പാർട്ടി ഓഫീസുകൾ നിൽക്കുന്നത്. സ്വാഭാവികമായും ആ പരിസരം, റോസവന്യൂ കോടതി പരിസരം വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള, വലിയ പ്രതിഷേധങ്ങൾക്ക് വേദിയാകാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഇന്നും
BJP ആസ്ഥാനത്തേക്കൊക്കെ ആം ആദ്മി പാർട്ടി പ്രതിഷേധം നടത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മന്ത്രിമാരടക്കമുള്ളവർ അല്പസമയത്തിനകം തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിലേക്ക് എത്തും. പ്രവർത്തകരോടും പാർട്ടി ഓഫീസ് കേന്ദ്രീകരിക്കാനുള്ള നിർദ്ദേശം ഇതിനോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള നിയമ പോരാട്ടം നടത്തുന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയമായ പോരാട്ടം കൂടി ഉന്നയിക്കുക എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം. പ്രധാനമായും അവർ ഉന്നയിക്കുന്ന കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കെജ്രിവാളിനെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് BJPയുടെ ഭാഗത്തുനിന്ന് നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം ഡൽഹിയിൽ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസുമായുള്ള ശത്രുതയൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ആ രണ്ടു പാർട്ടികളും സഖ്യമായി മത്സരിക്കുന്ന സവിശേഷ സാഹചര്യം കൂടി ഇത്തവണയുണ്ട്. അത് BJPക്ക് വലിയ വെല്ലുവിളിയാണ്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കെജ്രിവാളിനെ ഈ സമയത്ത് അറസ്റ്റ് ചെയ്തത് എന്ന വാദം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ആം ആദ്മി പാർട്ടി മാത്രമല്ല എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നടങ്കം രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ സീതാറാം യെച്ചൂരി തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ ഇന്നലെ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. കാരണം ഇന്ത്യ മുന്നണിയിലെ സമീപകാലത്ത് അറസ്റ്റിലാവുന്ന രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. അറസ്റ്റിന് തൊട്ട് മുമ്പ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പദവിയിൽ നിന്ന് ഒഴിഞ്ഞെങ്കിൽ ഇന്നലെ ED അറസ്റ്റ് ചെയ്യുമ്പോൾ കെജ്രിവാൾ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുമ്പോഴാണ് ഏതായാലും അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ വലിയ ഗൗരവത്തോടു കൂടി തന്നെ പ്രതിപക്ഷം കാണുന്നു. രാഹുൽ ഗാന്ധി ഏതായാലും ഇന്നലെ കെജ്രിവാളിന്റെ കുടുംബാംഗങ്ങളുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇന്ന് കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഒപ്പം വലിയ രീതിയിലുള്ള രാജ്യത്തിന്റെ മറ്റു മേഖലകളിലും പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. അതിനേതായാലും ഡൽഹിയിൽ ആ പ്രതിഷേധത്തിന് ശക്തി കൂടാൻ തന്നെയാണ് സാധ്യത. എൽദോ രാകേഷ്, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുഖ്യമന്ത്രിയായിരിക്കെ അറസ്റ്റിലാകുക എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ കെജ്രിവാളിന്റെ ഓഫീസ് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള പദം, ആ ഭരണം അത് എങ്ങനെ നിർവഹിക്കും? ഇപ്പോൾ ഇന്നലെ ആം ആദ്മി പാർട്ടി മന്ത്രിമാർ അത് വ്യക്തമാക്കിയത് ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെ കെജ്രിവാൾ ഭരിക്കും, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ തുടരുമെന്നുള്ളതാണ്. പക്ഷേ അതൊരു സാധ്യമായിട്ടുള്ള മാർഗമാണോ? പ്രത്യേകിച്ചും BJP അവിടെ ലഫ്റ്റനന്റ് ഗവർണറെ സമീപിച്ച് രാജി അത് നൽകേണ്ടി വരുമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി. എൽദോ, തീർച്ചയായും അത് ആം ആദ്മി പാർട്ടി അത്തരമൊരു പ്രഖ്യാപനം ഇതിലൂടെ തന്നെ നടത്തി കഴിഞ്ഞു. ഇന്നലെ ഈ അറസ്റ്റിന് തൊട്ട് പിന്നാലെയാണ് മന്ത്രി കൂടിയായ ആതിഷി മർലാന അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഭരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. നിലവിൽ ഏതായാലും അങ്ങനെ അറസ്റ്റിലായി കഴിഞ്ഞാൽ രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ ഭരിക്കാൻ സാധിക്കുന്നില്ല എന്നോ ഭരണഘടന സൂചിപ്പിക്കുന്നില്ല. പക്ഷേ സ്വാഭാവികമായും ഈ മന്ത്രിസഭ ചേരേണ്ടത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ്. അപ്പോൾ എങ്ങനെ മന്ത്രിസഭാ യോഗം ചേരും എന്നൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും BJP ഇതിനോടകം തന്നെ ലഫ്റ്റനന്റ് ഗവർണറെ സമീപിച്ചു കഴിഞ്ഞു. കെജ്രിവാളിനെ പുറത്താക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. പക്ഷേ ആം ആദ്മി പാർട്ടി ഇത്തരമൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായും മറ്റ് ചർച്ചകളിലേക്കും പാർട്ടി കടന്നേക്കാം. കാരണം നിലവിൽ ആം ആദ്മി പാർട്ടി നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി, ആ പാർട്ടി എന്ന് പറയുന്നത് കെജ്രിവാളിന് നിൽക്കുന്ന അല്ലെങ്കിൽ കെജ്രിവാളാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ ജനകീയ മുഖം. ആ കെജ്രിവാളിനെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അപ്പോൾ ആം ആദ്മി കെജ്രിവാളിന് വേണ്ടി ജീവൻ കൊടുത്ത് തെരുവിലിറങ്ങുക എന്ന ലക്ഷ്യം ആ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അണികളോട് പാർട്ടി ഓഫീസ് കേന്ദ്രീകരിക്കാനും പ്രതിഷേധ പരിപാടികളുടെ ഭാഗമാകാനുമുള്ള നിർദ്ദേശം പാർട്ടി നേതൃത്വം നൽകി കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും മറ്റ് ചില പേരുകൾ കൂടി സ്വാഭാവികമായും ആം ആദ്മി പാർട്ടി പരിഗണിക്കുന്നുണ്ട്. അതിൽ ഒന്ന് അതിഷി മർലാന തന്നെയാണ്. കാരണം മനീഷ് സിസോദിയ അറസ്റ്റിലായതിന് പിന്നാലെ മന്ത്രിസഭയിലേക്ക് വന്ന നേതാവാണ് മുൻ വക്താവ് കൂടിയായ അതിഷി മർലാന. നിലവിൽ കൂടുതൽ വകുപ്പുകൾ അതിഷി മർലാന കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട നേതാവാണ് സൗരവ് ഭരദ്വാജ്. ഈ രണ്ട് പേരായിരിക്കും ഒരുപക്ഷെ കെജ്രിവാൾ മാറുകയാണെങ്കിൽ, രാജിവെക്കുകയാണെങ്കിൽ, പദവി ഒഴിയുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. ഏതായാലും നിലവിൽ ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുന്നത് കെജ്രിവാൾ ഒഴിയില്ല, പകരം ജയിലിലിരിക്കും ഭരിക്കുമെന്നാണ്. സ്വാഭാവികമായും ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ സുപ്രീം കോടതി വിഷയത്തെ എങ്ങനെ സമീപിക്കുന്നു എന്ന് ആശ്രയിച്ചായിരിക്കും മറ്റ് കാര്യങ്ങളിലേക്ക് ആം ആദ്മി പാർട്ടി കടക്കുക. ഏതായാലും എല്ലാ കണ്ണുകളും, പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയും സുപ്രീം കോടതി ഇന്ന് എന്ത് പറയുന്നു, സുപ്രീം കോടതിയുടെ വാക്കുകളിലേക്ക് ഉറ്റുനോക്കുകയാണ്. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. രാജ്യ തലസ്ഥാനത്ത് അവിടെ നാടകീയ രംഗങ്ങൾക്ക് ഇന്നും വേദിയാകും. വലിയ പ്രതിഷേധത്തിനാണ് ആം ആദ്മി പാർട്ടി വേദിയൊരുക്കുന്നത്. പ്രവർത്തകർ അവിടെ പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് നിർണായകമാണ്. അത് സുപ്രീം കോടതിയിലും റോസ് അവന്യൂ കോടതിയിലും ഏത് തരത്തിലുള്ള നീക്കങ്ങൾക്കാണ്, നടപടികളാണ് ഉണ്ടാവുക എന്നെല്ലാം കാത്തിരുന്ന് കാണാൻ ഞാൻ രഞ്ജിത്ത് രാമചന്ദ്രനിലേക്ക് കൂടി പോവുകയാണ്. രഞ്ജിത്ത്, ഈ മദ്യ നയ അഴിമതി കേസിൽ അറസ്റ്റിലാവുന്ന 4ാമത്തെ പ്രമുഖനാണ് അരവിന്ദ് കെജ്രിവാൾ. അത് മനീഷ് സിസോദിയെ ആദ്യം CBI അറസ്റ്റ് ചെയ്ത് തുടക്കമിട്ടു, പിന്നീട് അത് EDയും അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ. പിന്നാലെ കവിത, സഞ്ജയ് സിംഗ് MP. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുന്നത്.
നമുക്ക് ആദ്യം തന്നെ ഈ മദ്യനയ അഴിമതി കേസിന്റെ ഒരു നാൾ വഴിയിലൂടെ എന്തായിരുന്നു അഴിമതി കേസ് എന്നുള്ളത് ഒന്ന് പോയി വരാം. തീർച്ചയായും എൽദോ, ഈ മദ്യനയ അഴിമതി കേസ് ഇപ്പോൾ രാജ്യത്തെ ആകെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായി മാറുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് എന്നുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. തുടർച്ചയായി 9 തവണയാണ് ഇ ഡി അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകിയിരുന്നത്. പക്ഷേ ഈ നോട്ടീസുകളെയൊക്കെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു കെജ്രിവാൾ. ഇതിനിടയിലും ആത്മവിശ്വാസത്തോടുകൂടി മോദിയെ വലിയ തോതിൽ മോദിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഡൽഹിയിൽ അടക്കം നേരത്തെ പറഞ്ഞതുപോലെ മോദിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്ന ഭർത്താക്കന്മാർക്ക് അത്താഴം വിളമ്പരുത് എന്ന കെജ്രിവാളിന്റെ പ്രസംഗം വലിയ വൈറലായിരുന്നു. വീട്ടമ്മമാർക്ക് താൻ 1000 രൂപ പേഴ്സിൽ വെച്ച് തരുമെന്ന വാഗ്ദാനം നൽകി ധനസഹായത്തിലൂടെയാണ് സ്ത്രീ ശാക്തീകരണം നടത്തേണ്ടത് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കെജ്രിവാളിന്റെ ഭാഗത്തുനിന്നുണ്ടായി. നമുക്ക് അറിയാം, ഇത് ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ 15ഓളം പ്രതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഇതിൽ ഏറ്റവും ആദ്യം അറസ്റ്റിലാകുന്നത് ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയായിരുന്നു. ഇപ്പോഴും സിസോദിയ ഇതുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. കഴിഞ്ഞ ഏതാണ്ട് 2 വർഷമായി എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. എന്താണ് മദ്യനയ കേസ് എന്നുള്ളതായാണ്. അതായത് 2021 നവംബറിലാണ് മദ്യനയ കേസ് നടപ്പിലാക്കുന്നത്. ദില്ലിയെ ഈ മദ്യ വിൽപ്പന സ്വകാര്യ മേഖലയ്ക്ക് കൈമാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദില്ലിയെ 32 സോണുകളാക്കി തിരിച്ചുകൊണ്ട് ഓരോ സോണിലും 27 കടകൾ അത് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുകയായിരുന്നു. 865 ഔട്ട്ലെറ്റുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അനുമതി നൽകുകയും ചെയ്തു. എന്നാൽ ഇതിനെ തുടർന്ന് മദ്യത്തിന്റെ ഗുണനിലവാരത്തിൽ വ്യാപകമായ പരാതി ഉണ്ടാകുന്ന പശ്ചാത്തലം ഒരുങ്ങി. ഈ നയം നടപ്പിലാക്കിയതിൽ ഇതിനെ തുടർന്ന് അഴിമതി ഉണ്ട് എന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ഈ പരാതി ആദ്യമായി ഉന്നയിക്കുന്നത് BJP തന്നെയാണ്. BJPയുടെ ദില്ലി അധ്യക്ഷനാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ആദ്യഘട്ടത്തിൽ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ചട്ടം ലംഘിച്ചു ഈ ചീഫ് സെക്രട്ടറി അന്വേഷിക്കുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ചീഫ് സെക്രട്ടറി അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചട്ടം ലംഘിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്ന പശ്ചാത്തലം ഒരുങ്ങുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട കുരുക്ക് മുറുകുന്നത്. ഈ ലൈസൻസ് ഫീസിൽ ഏതാണ്ട് 144.36 കോടിയുടെ ഇളവ് അനുവദിച്ചു സ്വകാര്യ കമ്പനികൾക്ക്. ഇതിൽ 100ഓളം കോടി രൂപ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ പോക്കറ്റിലേക്ക് പോയി എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നു. തുടർന്ന് CBI അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ, നമുക്കറിയാം ലഫ്റ്റനന്റ് ഗവർണറും കെജ്രിവാളുമായുള്ള പോരാട്ടം കാര്യമായി നടക്കുന്നുണ്ട്. തുടർന്ന് ഇത്തരത്തിൽ CBI അന്വേഷണത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ ഉത്തരവിടുകയായിരുന്നു. 2022 ജൂലൈ 30 ഇത്തരത്തിൽ വിവാദങ്ങൾ വന്നതിനെ തുടർന്ന് മദ്യനയത്തിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു. അതായത് പഴയ മദ്യനയം ഓഗസ്റ്റ് മുതൽ നടപ്പിലാക്കാനുള്ള തീരുമാനം കൂടി ഉണ്ടാകുന്നു. 2022 ജൂലൈ 30 ഈ നയത്തിൽ നിന്ന് പിന്മാറുന്നത് എന്നുള്ളതും കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. തുടർന്ന് പഴയ മദ്യനയം തന്നെ ദില്ലി നടപ്പാക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. തുടർന്ന് മനീഷ് സിസോദിയ അടക്കം 15 പേർ CBI അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2023 മാർച്ച് 9 സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യ അറസ്റ്റ് ആ തരത്തിൽ ഉണ്ടാകുന്നു. 2023 മാർച്ച് 9 മനീഷ് സിസോദിയെ പോലെയുള്ള പ്രധാനപ്പെട്ട AAP നേതാവ് ഉപമുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത്. തുടർന്ന് വലിയ പ്രക്ഷോഭങ്ങൾ ഈ AAPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് രാജ്യത്തുടനീളം, ഡൽഹിയിൽ പ്രത്യേകിച്ചും. അപ്പോൾ അന്ന് മുതൽ തന്നെ കെജ്രിവാളിന്റെ അറസ്റ്റ് ഏത് സമയം ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ തുടർച്ചയായ സമൻസുകൾ ഇ ഡി ഈ കള്ളപ്പണക്കേസ് അന്വേഷണം ആണ് ED പിന്നീട് ഏറ്റെടുക്കുന്നത്. തുടർച്ചയായ സമൻസുകൾ ED കെജ്രിവാളിന് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2023 ഒക്ടോബർ 4 നിർണായകമായ മറ്റൊരു അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അത് ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാവും MP-യുമായ സഞ്ജയ് സിംഗ് ആണ്. സഞ്ജയ് സിംഗിനെ ആ തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നു. 2024 മാർച്ച് 5 അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾ കവിത ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റിലാകുന്നു. ഈ കവിതയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട പങ്കാളിത്തം പുറത്തു വരുന്നുണ്ട്. തുടർന്നാണ് കെജ്രിവാളാണ് ഇനി അറസ്റ്റിലാകുക എന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. തുടർന്ന് കോടതിയെ സമീപിക്കുന്നു കെജ്രിവാൾ അടക്കം. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പരാമർശം കെജ്രിവാളിനെതിരെ ഉണ്ടാകുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഹാജരാകുന്നില്ല, എന്തിനെയാണ് നിങ്ങൾ പേടിക്കുന്നത് എന്ന് കോടതി വളരെ കൃത്യമായി തന്നെ ചോദിക്കുന്നു. തുടർന്നാണ് ഇന്നലെ രാത്രി 7:05 ED ഉദ്യോഗസ്ഥർ കെജ്രിവാളിന്റെ വസതിയിലെത്തുകയും 12ഓളം ഉദ്യോഗസ്ഥർ 2 മണിക്കൂറോളം കെജ്രിവാളിനെ ചോദ്യം ചെയ്യുകയും തുടർന്ന് 9:10 അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. എൽദോ, എന്താണെങ്കിലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അത് നിർണായകമായിട്ടുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾക്കും ചില രാഷ്ട്രീയ നാടകങ്ങൾക്കും ഒക്കെ വേദിയാകും രാജ്യത്ത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രഞ്ജിത്ത്,
ഇന്നലത്തെ ദിവസത്തിനും ഒരു പ്രത്യേകതയില്ലേ? ഇന്നലത്തെ ദിവസം വളരെ നിർണായകമായിരുന്നു. പ്രത്യേകിച്ചും സുപ്രീം കോടതിയിൽ നിന്ന് ഈ വാർത്തകളുടെ പരിശോധനയുടെ കാര്യത്തിലൊക്കെ തിരിച്ചടി നേരിട്ട ഒരു ദിനം കൂടിയായിരുന്നു കേന്ദ്ര സർക്കാരിന്. ആ ഒരു ദിനത്തിൽ മാത്രമല്ല, കോൺഗ്രസ് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നു, ഡെമോക്രസി ഫ്രീസ് ചെയ്തു എന്നുള്ള മട്ടിലൊക്കെ. അപ്പോൾ ആ ഒരു തരത്തിൽ വലിയ വാർത്തകൾ വന്ന ഒരു ദിവസം തന്നെ ആ ഒരു അറസ്റ്റ് വരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെത്. അതും ഇത്തരത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ടോ? എൽദോ, അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് തുടർച്ചയായി ഈ BJP വിരുദ്ധ സർക്കാരുകളെ ആക്രമിക്കുന്നു എന്ന ആക്ഷേപം ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, കെജ്രിവാൾ BJPയുടെ പ്രധാന ടാർഗറ്റാണ്. അതിന് മറ്റു കാര്യമൊന്നുമല്ല, ഡൽഹി പോലെ വളരെ പ്രധാനപ്പെട്ട BJP അധികാരത്തിലുണ്ടായിരുന്ന സംസ്ഥാനത്ത് BJPയെ തുടർച്ചയായി 2 തവണ പരാജയപ്പെടുത്തി മുഖ്യമന്ത്രിയായ ആളാണ് കെജ്രിവാൾ. തുടർച്ചയായി ഭൂരിപക്ഷം കൂട്ടുന്ന സാഹചര്യമുണ്ട്, സീറ്റെണ്ണം കൂട്ടുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ആം ആദ്മി പാർട്ടിയും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാവുകയും ഡൽഹിയിൽ BJP പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെടുകയും വളരെ സ്മൂത്തായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. കഴിഞ്ഞ തവണയൊക്കെ 7 സീറ്റുകളിലും BJPയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ വിജയിച്ചത് എങ്കിൽ കൂടിയും ഇത്തവണ ഈ സഖ്യം BJPക്ക് ഭീഷണിയാകും എന്ന ചില തെരഞ്ഞെടുപ്പ് അനലിസ്റ്റുകൾ വിലയിരുത്തിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതിനിടയിലാണ് മദ്യനയ കേസ് എന്നൊരു ആയുധം BJPക്ക് വീണ് കിട്ടുകയും അത് കൃത്യമായി തന്നെ പ്രയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒരുങ്ങുന്നത്. തുടർന്നാണ് തുടർച്ചയായി തന്നെ നേതാക്കളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. സിസോദിയും സഞ്ജയ് സിംഗും ഒക്കെ ഇഡിയുടെ കസ്റ്റഡിയിലാകുകയും ജയിലിൽ കഴിയേണ്ട പശ്ചാത്തലം ഒരുങ്ങി വരുന്നത്. ഇപ്പോൾ അതിനുശേഷമാണ് കെജ്രിവാളിലേക്ക് പോകുന്നത്. ഇതിനിടയിലാണ് നിർണായക മറ്റൊരു അറസ്റ്റ് ഈ കെ കവിതയുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം, BJPയുടെ മുഖ്യ ശത്രുവാണ് കെ കവിതയുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഉണ്ടാകുന്നത് ഈ മാസം 5-ാം തീയതിയാണ്. അതും വളരെ നിർണായകമായി ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. അങ്ങനെ തുടർച്ചയായ അറസ്റ്റുകളിലൂടെ ഈ കെജ്രിവാളിനെ BJP അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ഭയപ്പെടുത്താൻ ശ്രമിച്ചു എങ്കിൽ പോലും കെജ്രിവാൾ ഒട്ടും പതറിയില്ല എന്നുള്ളതാണ്. തുടർച്ചയായി മോദിയെ നേരത്തെ പറഞ്ഞ പോലെ ആക്രമിച്ചുകൊണ്ടിരുന്നു. മോദിക്കെതിരെ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്ന ആളായി കെജ്രിവാൾ മാറുന്ന പശ്ചാത്തലമുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ മോദിയെ വിമർശിക്കുന്ന നേതാവ് എന്ന തരത്തിലുള്ള വിശേഷണം പോലും കെജ്രിവാൾ ഉണ്ടായിരുന്നു. കാരണം അത്തരത്തിൽ രൂക്ഷമായ ഭാഷയിലാണ് കെജ്രിവാൾ പല അവസരങ്ങളിലും മോദിയെ നേരിട്ടിരുന്നത്. അപ്പോൾ തന്നെ BJPയുടെ നോട്ടപ്പുള്ളിയായി കെജ്രിവാൾ മാറിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. പക്ഷേ ഈ കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കോടതി പോലും കൈവിട്ട സാഹചര്യം. കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്ന്, അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ ഇടിക്കാവില്ല എന്ന ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് കെജ്രിവാൾ തുടർച്ചയായി ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെയും മോദിയും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇഡിയുടെ അറസ്റ്റിൽ AAP തളരില്ല, തുടർച്ചയായ അറസ്റ്റുകൾ തളരില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ കെജ്രിവാളിലേക്ക് അറസ്റ്റ് എത്തും എന്ന് ഇത്ര വേഗം എന്ന് അവർ ഒരു കാലത്തും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ. അതിനെ തടയാനുള്ള നീക്കങ്ങൾ പലതവണ കോടതിയുമായി ബന്ധപ്പെട്ട് നിയമപരമായി നടത്തിയെങ്കിൽ പോലും അതൊന്നും വിജയം കണ്ടില്ല എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഏറ്റവും ഒടുവിൽ കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രിയെ, അതും മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ഇന്ത്യ സഖ്യത്തിൽ ആദ്യമായി അറസ്റ്റിലാകുന്ന ആളായി കെജ്രിവാൾ മാറുകയാണ്. നമുക്ക് നേരത്തെ അറിയാം, ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു അറസ്റ്റിന് മുൻപ് തന്നെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിമാരായിരുന്ന 2 പേർ ഇതുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ഏതായാലും ഇന്നലെ വലിയ സന്നാഹങ്ങൾ ഒരുക്കിയാണ് ഇഡി ഈ കാര്യങ്ങൾ നടത്തിയത്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കെജ്രിവാളിന്റെ വീടിന് ചുറ്റും വലിയ സന്നാഹങ്ങൾ വിന്യസിച്ചു. തുടർന്ന് ഈ ഉദ്യോഗസ്ഥർ അതിനുശേഷം കെജ്രിവാളിന്റെ മുറിയിലെത്തുന്നു. 12ഓളം ഉദ്യോഗസ്ഥർ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നു. കുടുംബാംഗങ്ങളുടെ ഫോണുകളടക്കം പിടിച്ചെടുക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. തുടർന്ന് 9:05 അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഈ ഇഡി ഉദ്യോഗസ്ഥർ അവിടെ വസതിയിൽ എത്തിയപ്പോൾ തന്നെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അറസ്റ്റിലേക്ക് എന്ന്. അങ്ങനെ അറസ്റ്റ് സംഭവിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇഡിയുടെ കേന്ദ്ര ഓഫീസിലേക്ക് ഈ കെജ്രിവാളിനെ എത്തിക്കുന്നു. ഇന്ന് അല്പസമയത്തിനകം തന്നെ, ഒരുപക്ഷെ രാവിലെ തന്നെ കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കെജ്രിവാൾ ജയിലിലിരുന്ന് മുഖ്യമന്ത്രിയായി ഭരിക്കും എന്ന് AAP വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കെജ്രിവാൾ തന്നെ ആയിരിക്കും തന്റെ കേസ് വാദിക്കുക എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം എന്നതും നമ്മൾ ചേർത്ത് വായിക്കണം. അങ്ങനെ ഇഡി എല്ലാ സന്നാഹങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി കോടതിയിലേക്കാണ് AAPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും കണ്ണ്. എൽദോ. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് IR രാഗേഷും ഒപ്പം നമ്മോടൊപ്പം തുടരുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, അതിൽ നിർണായകമായിട്ടുള്ള കോടതി നടപടികളൊക്കെ ഇന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. രാഗേഷ്, ഈ ആം ആദ്മി പാർട്ടിയിലും മറ്റൊരു പറയത്തക്ക നേതാവില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി അവർ നേരിടുന്നില്ല. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായി, അദ്ദേഹത്തിന് രാജിവെക്കേണ്ട സാഹചര്യം അല്ലെങ്കിൽ കൂടുതൽ നിയമ നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ
മുന്നിലുള്ളൊരു പോംവഴി എന്ത്? ഇപ്പോൾ മറ്റൊരു പേര് പറയാൻ കഴിയുക അതിഷിയുടേതാകാം, അല്ലെങ്കിൽ പഞ്ചാബ് മുഖ്യമന്ത്രി മന്നിൻ്റെതാകാം. പക്ഷേ അതിനേക്കും അപ്പുറം ആം ആദ്മി പാർട്ടിക്ക് ഒരു നാഥനില്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കില്ലേ? ഇത്തരം ഒരു അറസ്റ്റും അല്ലെങ്കിൽ അതിന്റെ തുടർ നടപടികൾ വളരെ ദീർഘമായ നിയമ പോരാട്ടത്തിലേക്ക് കടന്നാൽ? എൽദോ, അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ കടന്നു വന്ന് പ്രത്യേകിച്ച് ഹസാരെ മൂവ്മെന്റിന്റെ ഭാഗമായുള്ള നേതാക്കളായിരുന്നു കിരൺ ബേദി, ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ. കിരൺ ബേദി പിന്നീട് BJPക്കൊപ്പം പോയി. അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. പിന്നീട് ഡൽഹിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അക്കാലങ്ങളിലൊക്കെ തന്നെ ഈ ആം ആദ്മി പാർട്ടിയുടെ മുഖം അല്ലെങ്കിൽ എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു. അതായത് കെജ്രിവാളിനെ നിയമസഭാ മണ്ഡലങ്ങളിൽ പോലും കെജ്രിവാളിനുള്ള വോട്ടായിരുന്നു ജനങ്ങൾ നൽകിയിരുന്നത്. അങ്ങനെയാണ് തുടർച്ചയായി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത്. ആദ്യ ഘട്ടം, അതായത് 2012 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പിന്തുണയോടുകൂടിയുള്ള ഭരണമായിരുന്നു. അത് മാസങ്ങൾ കൊണ്ട് അവസാനിച്ചു. പിന്നീട് 2015-ലും 2020-ലും കണ്ടത് ഏകപക്ഷീയമായ ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റമായിരുന്നു. അത് യഥാർത്ഥത്തിൽ കേജ്രിവാളിനുള്ള വോട്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധി എൽദോ സൂചിപ്പിച്ച പോലെ അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധി തന്നെയാണ്. കാരണം കേജ്രിവാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ രണ്ടാമൻ എന്ന് പറയുന്നത് മനീഷ് സിസോദിയാണ്. ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രമുഖൻ, ആദ്യ അറസ്റ്റ് മനീഷ് സിസോദിയുടെ ആയിരുന്നു. അതായത് ആദ്യം ഈ കേസിൽ CBI സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നു. തൊട്ടു പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു സഞ്ജയ് സിംഗ്, പാർട്ടിയുടെ വക്താവായിരുന്നു. ഒപ്പം തന്നെ രാജ്യസഭാ MP ആയിരുന്നു. സഞ്ജയ് സിംഗിനെയും ഈ കേസിൽ അറസ്റ്റ് ചെയ്ത രണ്ടാമത്തെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു സഞ്ജയ് സിംഗ്. അങ്ങനെ സഞ്ജയ് സിംഗും അറസ്റ്റിലാകുന്നു. അതിനുശേഷം ഇപ്പോൾ കേജ്രിവാൾ അറസ്റ്റിലാകുമ്പോൾ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ജയിലിലിരുന്ന് ഭരിക്കാം എന്ന് ആം ആദ്മി പാർട്ടി പറയുന്നുണ്ടെങ്കിൽ പോലും അതിനെ എത്രമാത്രം ലഫ്റ്റനന്റ് ഗവർണർ വഴങ്ങും, ഒപ്പം തന്നെ ഭരണഘടനാ പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും മറ്റൊരാളെ ആം ആദ്മി പാർട്ടിക്ക് ഇന്നല്ലെങ്കിൽ നാളെ കണ്ടെത്തേണ്ട സാഹചര്യം വരും. അപ്പോൾ ഏതൊക്കെ പേര് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് വലിയ ചർച്ചകൾക്ക് ശേഷം തീരുമാനിക്കേണ്ടതാണ്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ അതിഷി മെർലാന, ഒപ്പം തന്നെ സൗരവ് ഭരദ്വാജ് നിലവിൽ മന്ത്രിസഭാംഗങ്ങളാണ്. ഇവരുടെ പേരുകളൊക്കെ തന്നെ പരിഗണിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, കേജ്രിവാളിന്റെ ഭാര്യ സുനിത സമീപകാലത്തായി അവർ പാർട്ടി യോഗങ്ങളിലും മറ്റും പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സർപ്രൈസ് നീക്കത്തിലേക്ക് ആം ആദ്മി പാർട്ടി കടന്നുക്കുമോ എന്ന് കണ്ടറിയേണ്ട വിഷയമാണ്. ഏതായാലും ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അത്തരമൊരു ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം സുപ്രീം കോടതിയിൽ നിന്നൊരു അനുകൂല തീരുമാനമുണ്ടാകും എന്നൊരു പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നുണ്ട്. അതായത് ഡൽഹി ഹൈക്കോടതിയാണ് എന്തുകൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ല എന്ന ചോദ്യം ചോദിച്ചത് കഴിഞ്ഞ ദിവസം. ഒപ്പം അതിന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ നൽകിയ മറുപടി അറസ്റ്റ് ഉണ്ടാകും, അപ്പോൾ സംരക്ഷണം വേണമെന്നായിരുന്നു. തുടർന്ന് EDയോട് വിശദീകരണം കോടതി ചോദിക്കുകയും ഈ കേസ് ഇന്ന് പരിഗണിക്കുകയും മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കെജ്രിവാൾ ഇന്നലെ ഒരു പുതിയ അപേക്ഷ നൽകിയത്. ആ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് കോടതി വ്യക്തമാക്കിയത് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം നൽകാനാകില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതിലൊരു അപ്പീലല്ല ഇന്ന് ഏതായാലും കോടതിയും ആയി പോകുന്നത്, പകരം റിട്ട് പെറ്റീഷനാണ്. ആ റിട്ട് പെറ്റീഷനിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൗലികാവകാശങ്ങൾ ലംഘിച്ചു, പൗരൻ എന്ന നിലയിൽ തന്റെ മൗലികാവകാശങ്ങൾ ലംഘിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ആം ആദ്മി പാർട്ടി വെച്ചു പുലർത്തുന്നുണ്ട്. അതല്ല, അനുകൂല തീരുമാനമല്ല, അടിയന്തരമായി വാദം കേൾക്കാൻ കഴിയില്ല എന്ന തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാൾ ED കസ്റ്റഡിയിൽ പോകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ മറ്റ് നീക്കങ്ങളിലേക്ക്, അതായത് പുതിയ മുഖ്യമന്ത്രി വരുമോ തുടങ്ങിയ ചർച്ചകളിലേക്ക് ആം ആദ്മി പാർട്ടിക്ക് സ്വാഭാവികമായും കടക്കേണ്ടി വരും. എൽദോ, ഒപ്പം തന്നെ രാകേഷ്, ഈ ഇന്ത്യ മുന്നണി വളരെ കൃത്യമായി ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തി. അറസ്റ്റ് പിന്നാലെ തന്നെ അത് കോൺഗ്രസിന്റെ നേതൃത്വമാവട്ടെ, CPM-ഉം അല്ലെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവരൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നുള്ള മട്ടിൽ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അതിന് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയെ അത് ഏകീകൃതമായി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഐകകണ്ഠേന അവർക്ക് പിന്തുണയ്ക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ? ഇനി ഇതിനെ എങ്ങനെയായിരിക്കും ആം ആദ്മി പാർട്ടി ഉപയോഗിക്കുക? BJP ഇതിനെ എങ്ങനെ നേരിടും? ഇന്ന് രാജ്യത്ത് ഈ പ്രതിഷേധത്തിനൊക്കെ ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്യുന്ന സാഹചര്യത്തിൽ എന്താണ് അവിടുത്തെ ഒരു സുരക്ഷ? ഇതിന്റെയൊക്കെ അപ്ഡേറ്റുകൾ എന്താണ്?
അയാൾ രാഷ്ട്രീയമായി നീക്കം നടത്തുന്നു. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി വേട്ടയാടുന്നുവെന്ന ആരോപണം ഇന്നല്ല കാലങ്ങളായി ഉന്നയിക്കുന്നതാണ്. കാരണം EDയുടെ കേസുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിലൊരു 95% മുകളിലും ആ കേസുകൾ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ആ വാദത്തെ, പ്രതിപക്ഷത്തിന്റെ ആ വാദത്തെ കൂടുതൽ ശക്തമായി ഉന്നയിക്കാൻ തന്നെയായിരിക്കും പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുക. ഇന്നലെ തന്നെ എൽദോ സൂചിപ്പിച്ച പോലെ വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്തെ പല ഭാഗങ്ങളിലും ഉണ്ടായി. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധത്തിൽ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി പങ്കെടുക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രിമാരായ MK സ്റ്റാലിൻ രംഗത്ത് വരുന്നു. രാഹുൽ ഗാന്ധി സ്വാഭാവികമായും കെജ്രിവാളിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നു. ഒപ്പം ഇന്ന് കാണാനുള്ള സാധ്യതയുമുണ്ട്, അവരെ സന്ദർശിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു പ്രതിപക്ഷം ഒന്നടങ്കം ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ആം ആദ്മി പാർട്ടി ഏതായാലും ഡൽഹിയിൽ വലിയ പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അവരുടെ BJPയുടെ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ രണ്ട് പാർട്ടികളുടെയും ഓഫീസുകൾ തമ്മിൽ വലിയ ദൂരമില്ല. അപ്പോൾ റോസ് അവന്യൂ കോടതി പരിസരത്ത് വലിയ പോലീസിനെ ഇതിനോടകം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം ഡൽഹിയിൽ ഇന്നലെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആം ആദ്മി പാർട്ടി മാത്രമല്ല പ്രതിഷേധ രംഗത്തുള്ളത്, കോൺഗ്രസും ഇത്തരത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് PCCകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സമാനമായ പ്രതിഷേധം ഇന്ന് സ്വാഭാവികമായും തമിഴ്നാട്ടിലും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ത്യ സഖ്യത്തിന് വലിയ സ്വാധീനമുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. മാത്രമല്ല മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നയിക്കുന്ന 17 ദിവസം നീണ്ടു നിൽക്കുന്ന പര്യടനം, സംസ്ഥാന പര്യടനം ഇന്ന് ആരംഭിക്കുകയാണ്. സ്വാഭാവികമായും ഇന്ന് സ്റ്റാലിൻ സ്വാഭാവികമായും ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയേക്കാം. ഇന്നലെ ട്വിറ്ററിലൂടെയാണ്, Xലൂടെയാണ് സ്റ്റാലിൻ്റെ പ്രതികരണമെങ്കിൽ ഇന്ന് സ്റ്റാലിൻ മാധ്യമങ്ങളെ കണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഇന്ത്യ സഖ്യം ഒന്നടങ്കം ഈ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല 2014 നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ എന്നൊരു സഖ്യം രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. കാരണം പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി സഖ്യത്തിന്റെ ഭാഗമായില്ലെങ്കിൽ പോലും കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി വന്നൊരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ആ പാർട്ടിയും ഒപ്പം തന്നെ കോൺഗ്രസും തമ്മിൽ അവിടെ സഖ്യമുണ്ടാക്കുന്നു. അങ്ങനെ BJPയുടെ എതിരെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ പോരാട്ടം നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നെന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ അറസ്റ്റ് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയാണ് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നതും ആ ആരോപണം ബലപ്പെടുത്തുന്നതും. അത് വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായി ഉന്നയിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ഏതായാലും ഇന്ന് രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. എൽദോ, രാകേഷ്, ഈ 2012 ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്ന സമയം മുതൽ തന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലും അപകീർത്തി കേസുകളാണ്. അപ്പോൾ ഒരു തരത്തിലും ഈ പ്രത്യേകിച്ചും ഡൽഹിയിലാണല്ലോ അരവിന്ദ് കെജ്രിവാൾ കേന്ദ്രീകരിക്കുന്നതും. അപ്പോൾ ഏത് സാഹചര്യത്തിലും മുന്നോട്ടുള്ള ഒരു സാധ്യത അത് പൂർണ്ണമായും അടയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട് എന്ന് ആം ആദ്മി പാർട്ടി അങ്ങനെ ഒരു വിശദീകരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിനെ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കാൻ കഴിയുക? തീർച്ചയായും നിലവിൽ BJP ഡൽഹിയിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി തന്നെയാണ്. കാരണം 2012 കാര്യമെടുക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് BJP ആയിരുന്നു. 70 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 36 സീറ്റുകളാണ് വേണ്ടതെങ്കിൽ അന്ന് അവിടെ നേടാനായത് BJP നേടിയത് 31 സീറ്റാണ്. ആം ആദ്മി പാർട്ടിക്ക് 21 സീറ്റും 5 സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചു. പക്ഷേ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ആം ആദ്മി പാർട്ടി സർക്കാർ അധികാരത്തിൽ വന്നു. കേന്ദ്ര ഭരണം ഉണ്ടായിരിക്കുമ്പോൾ പോലും, പ്രത്യേകിച്ച് UPAയുടെ കാലത്തൊക്കെ അവിടെ കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത്. ഷീല ദീക്ഷിത് ആയിരുന്നു മുഖ്യമന്ത്രി. പിന്നീട് കേന്ദ്രത്തിൽ 2014 BJP അധികാരത്തിൽ വരുന്നു. അപ്പോൾ പോലും BJPക്ക് കടന്നു കയറാൻ കഴിയാത്തൊരു മേഖലയായി മാറി ഡൽഹി. അതായത് 2015 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70-ൽ 67 സീറ്റും നേടിയായിരുന്നു ആം ആദ്മി പാർട്ടി ജയിച്ചത്. ആ ഒരു വിജയത്തിന്റെ ആവർത്തനം തന്നെയാണ് പിന്നീട് 2020 കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ എതിരാളിയായി BJPയുടെ വലിയ രാഷ്ട്രീയ എതിരാളിയായി കെജ്രിവാൾ മാറുന്നതാണ് ഡൽഹി രാഷ്ട്രീയം കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഡൽഹി മദ്യനയ കേസ് സ്വാഭാവികമായും ഒരു ആയുധമാക്കുകയാണ്. നേരത്തെ തന്നെ ED ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് കെജ്രിവാളാണ് ഇതിന്റെ മാസ്റ്റർ മൈൻഡ് എന്നുള്ളതാണ്. അതായത് മുഖ്യ ആസൂത്രകൻ, ഈ കേസിന്റെ മുഖ്യ ആസൂത്രകൻ കെജ്രിവാളാണ് എന്നൊരു വാദമാണ് ആദ്യം മുതൽ ED ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് കോടതിയിൽ ഈ കേസ് വരുമ്പോൾ ആ നിലപാട് തന്നെയായിരിക്കും ED ഉന്നയിക്കുക. അതായത് കേവലം ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ പേരിലല്ല അറസ്റ്റ്, മറിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സമൻസ് നൽകിയിട്ടും ഹാജരാകാത്തതിന്റെ പേരിലല്ല അറസ്റ്റ്. പകരം കെജ്രിവാളാണ് ഇതിന്റെ മാസ്റ്റർ മൈൻഡ്, കെജ്രിവാളിനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നൊരു വാദം നിരത്തി അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കം തന്നെയായിരിക്കും EDയുടെ ഭാഗത്തുനിന്ന് ഇന്ന് ഏതായാലും കോടതിയിൽ ഉണ്ടാവുക. എൽദോ.
യെസ്, എന്നാലും വോട്ടിന് മുന്നേ തന്നെ കൃത്യമായി ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രഞ്ജിത്ത് രാമചന്ദ്രനോട് ചേരുന്നുണ്ട് വീണ്ടും ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, 9 തവണ സമൻസ് അയക്കുന്നു, 9 തവണയും ഹാജരാകുന്നില്ല. എന്തുകൊണ്ട് ഹാജരായി കൂടാ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട് കോടതി അരവിന്ദ് കെജ്രിവാളിനോട്. ഈ സമൻസുകളെ ഇങ്ങനെ പുച്ഛിച്ച് തള്ളിയതായിരിക്കും ഏറ്റവും ഒടുവിൽ അറസ്റ്റിലേക്ക് എത്താനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയത്. എൽദോ, രാജ്യത്തെ രാഷ്ട്രീയം അഴിമതിക്കുളമാണ് എന്നും അത് വൃത്തിയാക്കാൻ ഇറങ്ങുകയാണ് എന്ന് പ്രഖ്യാപിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങിയത്. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ അത്ഭുതമായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ വരവും മുഖ്യമന്ത്രിയാകുന്നതും. ഈ പാർട്ടി രൂപീകരിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രാജ്യത്തെ ഒരുപക്ഷെ മോദിയെ നേരിടാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായി അരവിന്ദ് കെജ്രിവാൾ മാറുകയാണ്. പിന്നീടാണ് ഡൽഹി തുടർച്ചയായി 2 തവണ ഭരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ. അതിനുശേഷം ആം ആദ്മിയുടെ മുഖ്യമന്ത്രി പഞ്ചാബിലും ഉണ്ടാകുന്നു. അതും വലിയ വളർച്ചയായി കാണുന്നു. ദേശീയ പാർട്ടിയായി അവർ വളരെ പെട്ടെന്ന് തന്നെ രൂപീകരിക്കപ്പെടുകയും ചെയ്ത അനുമതി ലഭിക്കുകയും ചെയ്ത പശ്ചാത്തലമൊക്കെ ഒരുങ്ങുന്നതൊക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ അത്ഭുതവും ജിജ്ഞാസയും ഉണ്ടാക്കി. അത്രത്തോളമായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു വളർച്ച. അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ അരവിന്ദ് കെജ്രിവാളാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ അറസ്റ്റിലാകുന്നത്. നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാളിന്റെ ശൈലി ഒരുപക്ഷെ BJP-യോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശൈലി, ഹിന്ദുത്വ എന്ന ശൈലിയോട് ഒരുപക്ഷെ ആ തരത്തിൽ യോജിച്ചു പോകുന്ന ഒരു ശൈലി തന്നെയാണ് കെജ്രിവാൾ പിന്തുടർന്നത്. ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ഹനുമാൻ ചാലിസ് അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുക, അങ്ങനെ നിരവധിയായ ഹിന്ദുത്വ ആശയങ്ങളോട് ചേർന്ന് നിന്നാണ് ഡൽഹി പിടിച്ചത് എന്നുള്ളതുമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കെജ്രിവാളിനെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട ആക്ഷേപം, ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയിലേക്ക് കെജ്രിവാൾ വരുന്നതിന് മുൻപുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം കോൺഗ്രസ് അടക്കം ഉന്നയിച്ചിരുന്നതും AAP-ക്കെതിരെയായിരുന്നു. നമുക്കറിയാം, കോൺഗ്രസിന്റെ എതിരാളികളായാണ് ആദ്യഘട്ടത്തിൽ AAP വന്നത് എങ്കിലും പിന്നീട് കോൺഗ്രസ് ദില്ലിയിൽ ഇല്ലാതാവുകയും തുടർന്ന് BJP അവിടെ ശക്തി പ്രാപിക്കുകയും പിന്നീട് BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയായി കെജ്രിവാൾ മാറുകയും ചെയ്തിരുന്നു. ഈ ഹിന്ദുത്വ തങ്ങളുടെ ശൈലി ഭാഗികമായി അനുകരിച്ച് ഹിന്ദുത്വ വോട്ടുകൾ അത് പിളർത്തിയെടുക്കാൻ ശ്രമിച്ചിരുന്നു കെജ്രിവാൾ എന്നതും എന്നോട് ചേർത്ത് വായിക്കണം. ഇതിന്റെ കൂടി പരിണിത ഫലമാണ് ഈ അറസ്റ്റ് എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ഏപ്രിലാണ് ആം ആദ്മി പാർട്ടിക്ക് ദേശീയ പദവി ലഭിക്കുന്നത്. അതിന് ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് മദ്യനയ കേസിൽ കെജ്രിവാളിന് CBIയുടെ നോട്ടീസ് ലഭിക്കുന്നത്. അതിന് അന്ന് തന്നെ ആം ആദ്മി പാർട്ടിക്കാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് പാർട്ടിക്ക് ലഭിച്ച ദേശീയ പദവി, മറ്റൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തുടർച്ചയായി ഉയർത്തുന്ന വിമർശനങ്ങൾ എന്നുള്ളതാണ്. ഈ അദാനി ഗ്രൂപ്പിനെതിരെ അടക്കം ശക്തമായ വിമർശനങ്ങൾ കെജ്രിവാൾ ഉന്നയിച്ചതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട പശ്ചാത്തലം ഉണ്ട്. ഈ കെജ്രിവാൾ ഈ സാമ്പത്തികമായി പോലും മോദിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇത്തരം ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിലൂടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനാവുകയാണ് മോദിയുടെ ലക്ഷ്യം എന്ന് ഒരു തവണ നിയമസഭയിൽ പ്രസംഗിച്ചതും വലിയ ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ ഈ പ്രതിപക്ഷത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ധാർമ്മിക നീക്കങ്ങൾ കൂടുതൽ സജീവമാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കെജ്രിവാൾ നോട്ടീസ്, CBIയുടെ ചോദ്യം ചെയ്യൽ നോട്ടീസ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നു ആരോപിച്ച് 14 പാർട്ടികളാണ് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അതിന് മുൻകൈ എടുത്തതും കെജ്രിവാൾ ആയിരുന്നു. നമുക്കറിയാം, ഡൽഹിയിലടക്കം ഈ പ്രതിപക്ഷ പാർട്ടികളുടെ കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു യോഗം അവർ ഒരുമിച്ച് പിണറായി വിജയൻ അടക്കം പങ്കെടുത്ത ഒരു യോഗം നടന്ന് നമ്മൾ കണ്ടതാണ്. അവിടെ അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രിയും അടക്കം AAP-യുടെ പഞ്ചാബ് മുഖ്യമന്ത്രിയും അടക്കം അവിടെ പ്രധാനപ്പെട്ട അതിഥികളായിരുന്നു. അവർ തമ്മിൽ വലിയ സ്വീകാര്യത ആ യോഗത്തിൽ ലഭിച്ചതും ഒക്കെ ഡൽഹിയിലെ BJP കേന്ദ്രങ്ങളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആശങ്കപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. ഈ 2000 ആം ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോൾ കെജ്രിവാൾ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുഖമുദ്രയാക്കിയത് കോൺഗ്രസിനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. കാരണം കോൺഗ്രസ് ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ എതിരാളികൾ ആദ്യഘട്ടത്തിൽ. ഇതിന്റെ പ്രയോജനം പക്ഷേ 2014 നരേന്ദ്രമോദിക്കാണ് കിട്ടിയത് എന്നുകൂടി ചേർത്ത് വായിക്കണം. പിന്നീട് ഇടത്തരക്കാരെയും താഴെത്തട്ടുള്ളവരെയും ബാധിക്കുന്ന അഴിമതി തടയാനുള്ള ശ്രമങ്ങൾ കെജ്രിവാൾ ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ നടത്തിയിരുന്നു. അതും ഡൽഹിയിൽ വിവിധ ജനകീയ പദ്ധതികൾ നടപ്പിലാക്കിയത് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. കെജ്രിവാളിന് വലിയ വീരപരിവേഷം. ഈ ഡൽഹിയിലെങ്കിലും കെജ്രിവാൾ ഒരു വലിയ ആളായി മാറുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ AAP-യുടെ യൂണിറ്റുകൾ രൂപീകരിക്കുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് എന്തെങ്കിലും വിജയമുണ്ടായത്. ഈ സാധാരണക്കാരൻ്റെ വേഷം, കഴുത്തിലെ മഫ്ലർ, വാഗണാർ കാറ് ഒക്കെ, മുഖ്യമന്ത്രി വാഗണാർ കാർ ഓടിച്ച് ഓഫീസിലെത്തുക എന്നൊക്കെ പറയുന്നത് ഇന്ത്യക്ക് കേട്ടുകേൾവിയില്ലാത്ത കാര്യമായിരുന്നു. അത്രത്തോളം ജനകീയത കെജ്രിവാൾ സമ്പാദിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനിടയിലാണ് ഈ ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കാൻ 44 കോടി രൂപ ചിലവാക്കി
ഒഴിവാക്കി എന്ന ആരോപണം ആദ്യഘട്ടത്തിൽ ഉയരുന്നത്. പിന്നീട് 100 കോടിയുടെയാണ് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. ഇതൊക്കെ കെജ്രിവാളിന്റെയും പാർട്ടിയുടെയും പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിക്കുന്നത് കൂടി നമ്മൾ കണ്ടു. അപ്പോൾ അതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ അതിന് ബദലായി ഈ പാർട്ടി വോട്ടുകൾ വളർത്താൻ ഹിന്ദുത്വ വോട്ടുകളിൽ കൂടി കെജ്രിവാൾ കണ്ണുവച്ചപ്പോൾ അതും BJPക്ക് വലിയ തരത്തിൽ അവരെ അസ്വാരസ്യം ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി. രാമക്ഷേത്രത്തിൽ ഭൂമി പൂജ നടന്ന ദിവസം ഡൽഹിയിൽ ഒരു ക്ഷേത്ര മാതൃകയുണ്ടാക്കി കെജ്രിവാൾ പൂജ നടത്തിയതും നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഹിന്ദുത്വ അജണ്ടയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി BJP എതിരിടുക എന്ന തന്ത്രമാണ് ഒരുപക്ഷെ കോൺഗ്രസ് ഒക്കെ പ്രയോഗിച്ചതിനേക്കാൾ കൂടുതൽ അത് വിജയിച്ചത് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നായിരുന്നു എന്നുകൂടി ചേർത്ത് വായിക്കണം. അയോധ്യയിലേക്ക് സൗജന്യ തീർത്ഥാടന പദ്ധതി കെജ്രിവാൾ പ്രഖ്യാപിച്ചതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാ തരത്തിലും BJPക്ക് ഒരൊത്ത എതിരാളിയായി വളർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ അതിനുള്ള ഇടയിലാണ് കെജ്രിവാൾ ഇത്തരത്തിൽ കുരുക്കിലാകുന്നതും അറസ്റ്റിലാകുന്നതും. ഇനി കെജ്രിവാളിന്റെ ഭാവി എന്താകും എന്ന് തീരുമാനിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ കോടതിയാണ്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് കണ്ടറിയണം. കാരണം കെജ്രിവാളിന്റെ വിശ്വസ്തരായ 2 പേർ, മനീഷ് സിസോദിയും സഞ്ജയ് റാവുത്തും, ഇപ്പോൾ സഞ്ജയ് സിംഗും ഇപ്പോൾ ജയിലിലാണ്. സിസോദിയൊക്കെ ഒരു വർഷത്തോളമായി ജയിലിൽ തുടരുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേന്ദ്ര ഏജൻസികൾ ED അടക്കം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്നലെ BJPയുടെ പ്രതികരണവും ആ തരത്തിലുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു. കാരണം അഴിമതിക്കാരെ ജയിലിലാക്കും എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും BJPക്ക് തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കാൻ പറ്റുന്ന വലിയ ഒരു ആയുധമായി മാറുകയാണ്. BJPക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന ആയുധമാണ്. ഒപ്പം തന്നെ അവിടെ മറ്റൊരു വാദം എന്താണെന്നാൽ അത് ഈ ED അറസ്റ്റും നാടകവുമെല്ലാം അത് ഒരുപക്ഷെ പ്രതിപക്ഷത്തിനും ഗുണം ചെയ്യുമോ എന്നുള്ള നിരീക്ഷണവും വരുന്നു. പ്രത്യേകിച്ച് ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അനായാസം കൈകോർത്തതിലുള്ള ഒരു നീരസമാണ് ഈ അറസ്റ്റിലേക്ക് നയിച്ചത് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നു. എന്നാലും കാത്തിരിക്കാം ഇത് ഏത് തരത്തിലാണ് രാഷ്ട്രീയമായി പ്രതിഫലിക്കുക. പ്രത്യേകിച്ചും കുറച്ച് നാളത്തേക്കെങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും അരവിന്ദ് കെജ്രിവാളിന് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ. വിശദമായിട്ടുള്ള വിവരങ്ങളാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ രഞ്ജിത്ത് രാമചന്ദ്രനും ഒപ്പം ER രാഗേഷും നൽകിയത്.